ഒരു യുദ്ധത്തിന്റെ ഒരു പ്രതീതിയിലേക്ക് രാജ്യം നീങ്ങുന്ന സാഹചര്യമുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഏത് രീതിയിലാണ് ഈ ആക്രമണത്തെ കാണുന്നത്? പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ ക്രൂരമായ ഭീകരാക്രമണത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തിരിച്ചടി നൽകേണ്ടത് അനിവാര്യമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ജനങ്ങൾ അത് ആവശ്യപ്പെടുന്നുണ്ട്, ഇവിടുത്തെ ഭരണകൂടം അത് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് രാജ്യങ്ങൾക്കിടയിലുള്ള നമ്മുടെ സ്ഥാനം അങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കുന്നതിന് നമ്മളെ നിർബന്ധിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും കുറെ പേർക്ക് തോന്നിയാസം ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ കടന്നു വന്ന് ഇന്ത്യയിലെ പൗരന്മാരെയോ ഇന്ത്യയിൽ വരുന്ന ആൾക്കാരെയോ ആക്രമിച്ചു കൊല്ലാൻ സാധ്യതയില്ല, അത് അനുവദിക്കപ്പെടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഈ ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി ഈ ഏറ്റുമുട്ടലുകൾ അവസാനിക്കും എന്ന് കരുതാൻ സാധ്യമല്ല. കാരണം അവിടെ അപ്പുറത്ത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമേജിന്റെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ കരുത്ത് കാണിക്കണമെന്നുള്ള ആഗ്രഹം അവിടെയുണ്ട്. അവർക്ക് നമ്മളോടുള്ള ശത്രുതയുടെ കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായിട്ട് തുടരുന്ന ശത്രുതയുടെ ആഴം അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിർബന്ധിതരാക്കും. സ്വാഭാവികമായിട്ട് അതാണ് ഇന്ന് പുലർച്ചെ നമ്മൾ കണ്ടത്. ഇന്ന് പുലർച്ചെ നമ്മുടെ അതിർത്തിക്കുള്ളിൽ ഇവിടെ കാശ്മീരിലും പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമുള്ള നമ്മുടെ വിവിധ സൈനിക താവളങ്ങൾ, പ്രത്യേകിച്ച് വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടു. അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് മിസൈലുകൾ വായിച്ചു, ഡ്രോണുകൾ അയച്ചു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത് വളരെ മികച്ചതായതുകൊണ്ട് ഈ ആക്രമണങ്ങൾ എല്ലാം തകർത്തു. ഒരിടത്ത് പോലും അവരുടെ ലക്ഷ്യം കാണാൻ അവർക്ക് സാധിച്ചില്ല. അതേസമയം തിരിച്ച് നമ്മൾ അങ്ങോട്ട് ആക്രമണം നടത്തിയപ്പോൾ അവരുടെ ലാഹോറിലെ പ്രധാനപ്പെട്ട 1-2 സൈനിക സ്ഥാനങ്ങൾ, പോസ്റ്റുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. കറാച്ചിയിലും സ്ഫോടനമുണ്ടായി. സിയാൽകോട്ട് അടക്കമുള്ള പല മേഖലകളിലും അപ്രതീക്ഷിതമായ സ്ഫോടനങ്ങളോ മറ്റ് ശബ്ദങ്ങളോ കേട്ടതായി പലരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ മനുഷ്യർ നേരിട്ടല്ലാത്ത, ഭടന്മാർ നേരിട്ടല്ലാത്ത, അതിർത്തി കടന്ന് നമ്മുടെ സൈനിക വാഹനങ്ങളോ സൈനികരോ നമ്മുടെ വിമാനങ്ങളോ പോകാത്ത, അവരുടെ വിമാനങ്ങൾ ഇങ്ങോട്ടും വരാത്ത ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു സംഭാവന എന്ന് പറയാവുന്ന മിസൈലുകളും ഡ്രോണുകളുമാണ് ഇതുവരെയുള്ള ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് പഴയ കാലത്തെ അപേക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിലെ ഒരു പുതിയ രീതിയാണ്. 1971 യുദ്ധം വരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളമോ ഒക്കെ അതിർത്തിയിലേക്ക് കടന്നു കയറിയിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് ഒരു തിരിച്ചടിയായിട്ട് കണക്കാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതിന് അധികം വലിയ വ്യോമ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന വിമാനങ്ങളെ നേരിടാൻ വിമാനവേദ തോക്കുകൾ പോലുള്ള കാര്യങ്ങളേ ഉള്ളൂ, മിസൈലുകളില്ലായിരുന്നു. ഇപ്പോൾ ഒരു 50 വർഷത്തിന് ശേഷം മിസൈലുകളും ഡ്രോണുകളും ഒക്കെ യുദ്ധമുന്നണിയിലെ ഒന്നാം തര ഭടന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സൈന്യത്തിൻ്റെ ടാങ്കുകളും പീരങ്കികളും ഒന്നും നേരെ അപ്പുറത്തേക്ക് പോകാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാങ്ങിയ കാലത്ത് ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും ബോഫോഴ്സ് പോലുള്ള പീരങ്കികൾ ഏതാണ്ട് 40 കിലോമീറ്റർ അകലേക്ക് വരെ പീരങ്കി ഉണ്ടകൾ പായിക്കാൻ ശേഷിയുള്ളവയാണ്. അതുപോലെ നമ്മുടെ ഹ്രസ്വദൂര മധ്യദൂര മിസൈലുകൾ എന്ന് പറയുന്നത് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് അപ്പുറത്ത് ചെന്ന് ലക്ഷ്യസ്ഥാനം തകർക്കാൻ പര്യാപ്തമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ തെളിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അത് തെളിയിച്ചു. അതുപോലെ ഡ്രോണുകൾ കൊണ്ടുള്ള ആക്രമണവും. ഇപ്പോഴത്തെ ഡ്രോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ആളില്ലാത്ത ഒരു ക്യാമറ സംവിധാനം പോലെയല്ല, അത് അതിൽ തന്നെ ആയുധങ്ങൾ വഹിക്കാനും ശേഷിയുള്ള, അതുപോലെ നിരീക്ഷണങ്ങൾ കുറേയേറെ നേരം നടത്തിയിട്ട് സ്വന്തമായിട്ട് അവരുടേതായ കൃത്രിമ ഇന്റലിജൻസിൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചിട്ട് ലക്ഷ്യം നിർണയിച്ച് അവിടേക്ക് ആയുധം തൊടുക്കാനും കഴിവുള്ളവയാണ് ഇപ്പോഴത്തെ ഡ്രോണുകൾ. ഇപ്പോൾ ഈ യുക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിലുമൊക്കെ ഡ്രോണുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ റഡാറുകളെ വെട്ടിച്ച് കടക്കുവാൻ കഴിവുള്ള അത്തരം അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, മനുഷ്യരില്ലാത്ത വ്യോമ വാഹനങ്ങൾ, വ്യോമയാന സംവിധാനങ്ങൾ ഇപ്പോൾ യുദ്ധത്തിൽ പ്രയോഗിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ
ആർക്കും നേരിട്ട് വലിയ അപായമില്ലാത്ത മണ്ണിൽ ഒരു ചലനവും സൃഷ്ടിക്കാത്ത ഒരു യുദ്ധം അധികം ദിവസം നിൽക്കാൻ സാധ്യമല്ല. അടിയന്തരമായി മറ്റേതെങ്കിലും രീതിയിലുള്ള രാജ്യങ്ങൾ ഇടപെട്ട് ഇതിലൊരു യുദ്ധവിരാമ സന്ധി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് കരയുദ്ധത്തിലേക്ക് വഴുതി വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കരയുദ്ധം എന്ന് പറയുമ്പോൾ വ്യോമയുദ്ധവും നാവിക യുദ്ധവും എല്ലാം അടക്കമുള്ള ഒരു സമഗ്ര യുദ്ധത്തിന്റെ സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സൈന്യത്തിന്റെ ഒരു പടനീക്കം എന്നുള്ളതിന് ഉപരിയായിട്ട് 3 സേനാ വിഭാഗങ്ങളും അതിനപ്പുറം ഉപഗ്രഹങ്ങളും ചേർന്ന ഒരു ആക്രമണ സംവിധാനമാണ് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ അതിലെ ഓരോ ഭാഗവും പോകുമ്പോൾ മറ്റ് ഭാഗങ്ങൾ അവർക്ക് അകമ്പടിയായിട്ടോ അവർക്ക് സഹായമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ മുന്നോടിയായിട്ടോ ഒക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ യുദ്ധം ഇവിടെ നിന്ന് അല്പം കൂടി തെന്നി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൈവിട്ടു പോകും. കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഒരു സമഗ്ര യുദ്ധം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് പോലും പറയാനാവില്ല. കാരണം നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചെന്ന് വരില്ല. മറ്റ് രീതിയിലുള്ള വ്യതിയാനങ്ങൾ യുദ്ധത്തിന് സംഭവിക്കാം. ഒരുപക്ഷെ യുദ്ധം തോൽക്കും എന്ന് വന്നു കഴിഞ്ഞാൽ യുദ്ധത്തിൽ തോൽക്കാൻ സാധ്യതയുള്ള കക്ഷി അവരുടെ കൈവശമുള്ള അണ്വായുധങ്ങളൊക്കെ പ്രയോഗിക്കുന്നതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അണ്വായുധങ്ങൾ എന്ന് പറയുന്നത് 1945 ആദ്യമായും അവസാനമായിട്ട് ലോകത്ത് ഉപയോഗിച്ചത്. അതിൻ്റെ വിനാശശേഷി നമ്മൾ അന്നേ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അന്ന് അവിടെ ഉപയോഗിച്ച അണ്വായുധങ്ങളെക്കാൾ 100 കണക്കിനോ 10,000 മടങ്ങ് ശേഷിയുള്ളവയും പ്രഹരശേഷിയുള്ളവയുമാണ് പുതിയ തരം അണ്വായുധങ്ങൾ. അപ്പോൾ ഇവയൊക്കെ ഉള്ള രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒത്തിരിയേറെ ആശങ്ക സ്വാഭാവികമാണ്. എവിടേക്ക് ഇത് എത്തിച്ചേരും, എന്ത് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് രാജ്യങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാകും, മറ്റു രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ടാകും. ഇത് ഈ രാജ്യത്തെ ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാകും. ഈ രാജ്യത്ത് തൊഴിൽ അവസരങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടാകും. നമുക്കറിയാം, ഓരോ യുദ്ധവും നമുക്ക് വറുതിയുടേതായ കാലമാണ് മുൻകാലത്ത് സമ്മാനിച്ചിട്ടുള്ളത്. 1962 ചൈനീസ് ആക്രമണത്തിന് ശേഷമുള്ള 1-2 വർഷം നമ്മുടെ സാമ്പത്തിക രംഗത്തെ വളർച്ച വളരെ പരിതാപകരമായിരുന്നു. തുടർന്ന് അതിൽ നിന്ന് കരകയറാൻ തുടങ്ങുമ്പോഴാണ് 1965 പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ ആക്രമിച്ചത്. ഇന്ത്യ ആ ആക്രമണത്തെ 5-6 മാസം നീണ്ടുനിന്ന് ചെറുത്തുനിൽപ്പിലൂടെ പരാജയപ്പെടുത്തി താഷ്കന്റിൽ വെച്ച് ഒരു ഒത്തുതീർപ്പ് സന്ധി ഉണ്ടാക്കി. അങ്ങനെ കഴിഞ്ഞെങ്കിലും തുടർന്നുള്ള 2 വർഷക്കാലത്തേക്ക് ഇന്ത്യ ഏതാണ്ട് പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും നടുമധ്യത്തിലായിരുന്നു. ഒപ്പം തന്നെ വലിയ വിലക്കയറ്റവും. പിന്നീട് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടന്നപ്പോഴും ഇതേ സാഹചര്യത്തിലേക്കാണ് രാജ്യം ചെന്നുപെട്ടത്. അക്കാലത്ത് അതിന് തുടർച്ചയായിട്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പെട്രോളിയത്തിന് വില കൂട്ടിയതോടെ നമ്മുടെ സമ്പദ്ഘടന വല്ലാത്ത തകർച്ചയിലായി. വിലക്കയറ്റം എന്ന് പറയുന്നത് 17-18% ഉയർന്നു. അതനുസരിച്ച് ജനങ്ങളുടെ ജീവിത നിലവാരം താഴോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കാരണം യുദ്ധം വരുമ്പോൾ ഒരു പ്രത്യേകത, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പണസമാഹരണത്തിന് മറ്റെല്ലാ നിയമങ്ങളും മാറ്റിവെച്ച്, മറ്റെല്ലാ മര്യാദകളും മാറ്റിവെച്ച്, മറ്റെല്ലാ പദ്ധതികളും നിർത്തിവെച്ച് പണസമാഹരണം നടത്തും. കാരണം യുദ്ധമാണ് അപ്പോഴത്തെ ഏറ്റവും അടിയന്തര ആവശ്യമാണ്, രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ബജറ്റിലൊക്കെ കണക്ക് കൂട്ടിയിട്ടുള്ള പല പദ്ധതികളും 1, 2, 3 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ എടുക്കാൻ സാധിച്ചെന്ന് വരുള്ളൂ. യുദ്ധം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ ചെലവ് നേടുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി ചെലവുകൾ മൊത്തം മാറ്റിവെക്കുന്നതൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ സംഭവിച്ചെന്ന് വരാം. കാരണം യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ റിസർവ് ഒന്നും രാജ്യം സൂക്ഷിച്ചു വെക്കാറില്ല. അങ്ങനെയുള്ള റിസർവുകളുടെ രീതിയും ലോകത്തെങ്ങുമില്ല. അപ്പോൾ യുദ്ധം വന്നു കഴിഞ്ഞാൽ സാധ്യമായ എല്ലായിടത്തു നിന്നും പണം സമാഹരിക്കുന്നു. അപ്പോൾ നികുതി പണം മാത്രമല്ല, വായ്പ എടുക്കുന്ന പണവും ഒക്കെ സമാഹരിക്കുന്നു. നമ്മുടെ കമ്മി ഒരുപക്ഷെ വളരെയേറെ വർദ്ധിച്ചു എന്ന് വരാം. കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് കമ്മി ധാരാളമായിട്ട് വർദ്ധിച്ച് വലിയ പ്രതിസന്ധിയിലായതാണ്. അതിൽ നിന്ന് സാവധാനം നമ്മൾ കരകയറി വരികയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ അടിയന്തരമായിട്ട് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം നീക്കിവെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ റോഡ് നിർമ്മാണം ചിലപ്പോൾ താമസിക്കും, റെയിൽവേ നിർമ്മാണം താമസിക്കും, മറ്റേതെങ്കിലും തുറമുഖ നിർമ്മാണം, അതുപോലുള്ള വലിയ വികസന പദ്ധതികളെല്ലാം താമസിച്ചെന്ന് വരാം. ജലസേചന പദ്ധതികളുടെ നിർമ്മാണവും സ്തംഭിച്ചെന്ന് വരാം. ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ യുദ്ധത്തിന് വിഭവങ്ങൾ ഉപയോഗിക്കും. ആ വിഭവങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് 1-2 വർഷത്തേക്ക് നമ്മൾ യുദ്ധം കഴിഞ്ഞാലും 1-2 വർഷത്തേക്ക് കുറേ ദുരിതം സഹിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴതല്ല ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ ആക്രമിച്ച ശത്രു രാജ്യത്തിൻ്റെ വെല്ലുവിളികളെ അവസാനിപ്പിക്കുക. അത് ഇനി ഒരിക്കലും ഇന്ത്യയെ കയറി
അതിക്രമം നടത്തുന്നതിന് അവർ ധൈര്യപ്പെടാത്ത രീതിയിൽ അവർക്ക് എന്നും ഓർമ്മിക്കാവുന്ന രീതിയിലുള്ള ചുട്ട മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ദൗത്യം. മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നത്, ഒരുപക്ഷെ പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥയും ഒരുപക്ഷെ വളരെ പരിതാപകരമാണല്ലോ. ഒരു യുദ്ധത്തിന് വേണ്ടി അവരും മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഒരു വലിയ ഡിസാസ്റ്ററിലേക്ക് പാകിസ്ഥാന് പോകാനുള്ള സാധ്യതയില്ലേ? മറ്റൊരു ചോദ്യം കൂടി അതിന്റെ കൂടെ അടപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വളർച്ചയുണ്ട്. ഒരുപക്ഷെ ചൈന അതിനെ ഒരുപക്ഷെ നോക്കിക്കാണുന്ന രീതി വ്യത്യസ്തമാണ്. ഇന്ത്യയുടെ വളർച്ചയെ അവർ അസൂയയോടെ നോക്കിക്കാണുന്നു. അപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഈ സാമ്പത്തിക സ്ഥിതി അങ്ങനെ നിൽക്കുന്നു. ചൈന ഒരുപക്ഷെ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയെ ആക്രമിപ്പിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ തിരിച്ചാക്രമിച്ചു കഴിഞ്ഞാൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ അത് എങ്ങനെയായിരിക്കും നമുക്ക് വിശദീകരിക്കാൻ കഴിയുക? രണ്ട് ചോദ്യങ്ങളാണ് താങ്കൾ ചോദിച്ചത്. അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ആദ്യം വരാം. പാകിസ്ഥാന്റെ അവസ്ഥ അത് സത്യത്തിൽ വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ 60 വർഷത്തിനുള്ളിൽ 24 തവണ അന്താരാഷ്ട്ര നാണ്യനിധിയുടെ IMFന്റെ ബെയിൽ ഔട്ട് ഓപ്പറേഷൻസ് വേണ്ടി വന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഏതാണ്ട് 1-2 വർഷം കൂടുമ്പോൾ വീതം ആ രാജ്യം ദുരിതത്തിലാവുന്നു, അന്താരാഷ്ട്ര നാണ്യനിധിയെ സമീപിക്കുന്നു, ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറയുന്നു. അവർ പറയുന്ന വ്യവസ്ഥകൾ ഒക്കെ പാലിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് കാശ് വാങ്ങിച്ചു കൊണ്ടുവരുന്നു. 1-2 വർഷം കഴിയുമ്പോഴേക്കും ആ കാശിന്റെ പൊളപ്പ് തീരുകയും മറ്റു രീതിയിൽ രാജ്യം ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുമ്പോൾ വീണ്ടും IMFനെ സമീപിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതാണുള്ളത്. 2023 പാകിസ്ഥാൻ വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്ക് വഴുതി വീണപ്പോൾ അടിയന്തരമായിട്ട് ഏതാണ്ട് $2 ബില്യൺ, ഏതാണ്ട് $200 കോടി വരുന്ന സഹായം IMF ചെയ്തു. അതിന്റെ പിറ്റേ വർഷം $730 കോടി ഒരു ദീർഘകാല സഹായ പദ്ധതി പാകിസ്ഥാന് വേണ്ടിയിട്ട് IMF ആവിഷ്കരിച്ചു. അതിന്റെ ഓരോ വർഷവും ആ പദ്ധതിയുടെ നടത്തിപ്പ്, ആ പണം വിനിയോഗിക്കുന്നതിന്റെ നടത്തിപ്പ് പരിശോധിച്ച് അത് തുടരണമോ വേണ്ടയോ, ഇനി കൂട്ടിക്കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഈ ദിവസം ഇന്ന് മെയ് മാസം 9-ാം തീയതി ഇത് സംബന്ധിച്ച സുപ്രധാനമായ ഒരു തീരുമാനം നടക്കുന്ന ദിവസമാണ്. പാകിസ്ഥാന് ഈ $7.3 ബില്യൺ $730 കോടി മൂന്നാമത്തെ ഗഡു അനുവദിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും ഇതോട് സമാന്തരമായിട്ട് അവിടെ പരിസ്ഥിതി സംബന്ധമായ കുറേയേറെ കാര്യങ്ങൾക്ക് വേണ്ട $130 കോടി വേറൊരു സഹായ പദ്ധതി അനുവദിക്കുന്നത് സംബന്ധിച്ചും ഇന്ന് IMFന്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ നിർണായകമായ ചർച്ചയും വോട്ടെടുപ്പും നടക്കുകയാണ്. മുൻ അവസരങ്ങളിൽ പാകിസ്ഥാന് എന്തെങ്കിലും വായ്പ നൽകുന്നതിനെ ശക്തമായി എതിർക്കുന്ന രാജ്യമാണ് ഇന്ത്യയെങ്കിലും ഇന്ത്യയുടെ എതിർപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ മാനവികമായ ഒരു കാഴ്ചപ്പാടെടുത്തു. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് തടസ്സം നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതിന്റെ അർത്ഥം. അതായത് നമ്മൾ വോട്ട് ചെയ്താൽ അവർക്ക് അത് നിഷേധിക്കപ്പെടും. വോട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഇതിൽ പ്രതിഷേധമുണ്ട്, ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല, ഞങ്ങൾ അബ്സ്റ്റെയിൻ ചെയ്യുന്നു, വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പുള്ള എല്ലാ വർഷങ്ങളിലെയും ഇന്ത്യയുടെ നിലപാട്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാൻ സാധിക്കും. IMFന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് യോഗം ചേരുമ്പോൾ ഇന്ത്യ ഇന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമല്ല വോട്ട് ചെയ്യുകയും കൂടി ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ചാർട്ടർ മെമ്പേഴ്സിൽ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ വായ്പ അനുവദിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ വെച്ച് പാകിസ്ഥാന് വായ്പ ചിലപ്പോൾ നിഷേധിക്കപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ആ കാര്യത്തിൽ ഗവൺമെന്റ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് ഇരിക്കട്ടെ. എന്തായിരുന്നാലും കടം വാങ്ങിയുള്ള പണം കൊണ്ട് നിത്യനിദാന ചെലവുകൾ നടത്തിപ്പോകുന്ന ഒരു രാജ്യമാണ് ഈ രീതിയിൽ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെടുന്നത്. അതിന്റെ പിന്നിൽ സ്വാഭാവികമായിട്ടും താങ്കൾ ഉന്നയിച്ച ചില സംശയങ്ങൾ ഉണ്ട്. ആ സംശയങ്ങളൊരു സംശയമല്ല, അത് യാഥാർത്ഥ്യത്തിന്റെ ഒരു സൂചനയാണ് എന്നും കൂടെ പറയേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാന്റെ നിലനിർത്തുന്നതിൽ മുൻകാലങ്ങളിൽ അമേരിക്ക വലിയ പങ്ക് വഹിച്ചെങ്കിൽ ഇപ്പോൾ ചൈനയാണ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഒരു വലിയ സഹായിയായിട്ടാണ് അല്ലെങ്കിൽ സഹരാജ്യമായിട്ടാണ് പാകിസ്ഥാനെ ഇപ്പോൾ കണക്കാക്കുന്നത്. അവരുടെ ബ്രിഡ്ജ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള വലിയ വലിയ കാര്യങ്ങൾ, സിൽക്ക് റോഡ് പദ്ധതികൾ, ഇതിലെല്ലാം പാകിസ്ഥാൻ പങ്കാളികളാണ്. പാകിസ്ഥാനിലെ വികസന പദ്ധതികളിലേക്ക് അവർ വലിയ തോതിൽ പണം മുടക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിന്റെ വികസനം ഈ ചൈനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്കും വ്യോമ പ്രതിരോധ വിഭാഗത്തിനും വേണ്ട ഒത്തിരിയേറെ സംഗതികൾ, പ്രത്യേകിച്ചും റഡാറുകളും മറ്റു കാര്യങ്ങളും എല്ലാം
ചൈനയാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാൻ വ്യോമസേനയുടെയും പാകിസ്ഥാൻ കരസേനയുടെയും ഷോർട്ട് റേഞ്ച് ഹ്രസ്വദൂര മിസൈലുകളിൽ ഭൂരിപക്ഷവും ചൈനയിൽ നിന്നുള്ളവയാണ്.